അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അതൊക്കെ നമ്മൾ പരിഹരിക്കും. എൻ്റെ മേക്കപ്പിന്റെ കാര്യം നമ്മൾ പരിഹരിക്കും. അപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എൻ്റെ സ്കിൻ ടോൺ ഒന്നും പിടിയിട്ടില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ ശരിക്കും നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് അടുത്ത ദിവസം ഉറപ്പായിട്ട് വരാം. അപ്പോൾ അതിൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. മേക്കപ്പ് ഇട്ടാലും ഇല്ലെങ്കിൽ ഞാൻ തന്നെയല്ലേ, നിങ്ങൾ തന്നെയല്ലേ. അപ്പോൾ ചേർ നമുക്ക് ഇങ്ങനെ തന്നെ തുടരാം. നാളെ നമ്മളതൊക്കെ പരിഹരിച്ചിട്ട് വരികയും ചെയ്യാം. അപ്പോൾ എന്നെ കളിയൊക്കെ നോക്കിയുണ്ട്, എലി വെള്ളത്തിൽ വീണ പോലെ ആയി എന്നൊക്കെ പറഞ്ഞ് എന്നെ എലിന്ന് വരെ വിളിച്ചു. അതൊന്നും കാര്യമില്ല. നമ്മൾ ഈ ബിഗ് ടിവിയിലെ പ്രധാന അവതാരികയായിട്ടുള്ള സുജയ പാർവതി ആണല്ലോ കഴിഞ്ഞ 1-2 ദിവസത്തെ സോഷ്യൽ മീഡിയയിലെ പ്രധാന ട്രോൾ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇന്നലെ എവിടെ നോക്കിയാലും സുജയ പാർവതിയുടെ ട്രോള് മാത്രമായിരുന്നു. കാരണം അമ്മാതിരി ഹൈപ്പ് കൊടുത്തിട്ടാണ് ആശാത്തി റിപ്പോർട്ടർ ടിവിയിൽ നിന്നും ബിഗ് ടിവിയിലേക്ക് പോയത്. ഞാൻ ബിഗ് ടിവിയിൽ ചെന്ന് ആനാക്കും ചേനാക്കും ഒലുത്തുന്നൊക്കെ പറഞ്ഞു പോയ ആളാണ്. പക്ഷെ അവിടെ പോയതിനു ശേഷം കാണുന്ന കാഴ്ച എന്താണ്? ലിറ്ററലി ഈ പറയുന്ന സുജയ പാർവതി ഒരു കോമാളിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ട്രോളുകളും അതിനനുസരിച്ച് വരുമല്ലോ. നിങ്ങൾ ഇവിടെ ചിന്തിക്കേണ്ടത്, വലിയ തുക ഓഫർ ചെയ്തിട്ടാണ് റിപ്പോർട്ടർ ടിവിയിൽ നിന്നും ഈ പറയുന്ന സുജയ പാർവതിയെ ബിഗ് ടിവിക്കാർ വലിക്കുന്നത്. വലിയ തുക എന്ന് പറയുമ്പോൾ ഒരു ജേർണലിസ്റ്റ് സ്വപ്നം കാണുന്ന തുകയാണ്. എത്രയാണത്? 10 ലക്ഷം രൂപ. ഇത്രയും വലിയ തുക ഓഫർ ചെയ്ത് ബിഗ് ടിവിയുടെ ചീഫ് എഡിറ്റർ സ്ഥാനത്തേക്ക് ഈ പറയുന്ന സുജയ പാർവതിയെ കൊണ്ടുചെന്നിരുത്തി. എന്നിട്ട് 3 ആഴ്ച മുന്നേ ഈ പറയുന്ന ബിഗ് ടിവി വലിയൊരു ലോഞ്ചിങ് പരിപാടി സംഘടിപ്പിച്ചു. ആ ലോഞ്ചിങ് പരിപാടി പലരും കണ്ടു കാണും. രഞ്ജിനി ഹരിദാസ് ഒക്കെ ആയിരുന്നു ആ പരിപാടി ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ലോഞ്ചിങ് പരിപാടിയൊക്കെ കണ്ടപ്പോൾ ബിഗ് ടിവി ഒലത്താൻ പോകുന്നതാണ് ഞാനൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം ബിഗ് ടിവിയെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു സുജയ പാർവതി മാത്രമല്ല ബിഗ് ടിവിയിലുള്ളത്. നമ്മുടെ നാട്ടിലെ പ്രധാന മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലെല്ലാം ജോലി ചെയ്തുകൊണ്ടിരുന്ന ടോപ്പ് ജേർണലിസ്റ്റുകളെല്ലാം ഈ പറഞ്ഞ ബിഗ് ടിവി പൊക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ വിജയകുമാറും വേണും ലക്ഷ്മിയും എല്ലാം ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ബിഗ് ടിവി ഒരു പൊളി പൊളിക്കും എന്നുള്ളതാണ്. എന്തായാലും ലോഞ്ചിങ് ഒക്കെ കഴിഞ്ഞു ഒരാഴ്ച മുന്നേ ഈ പറഞ്ഞ ബിഗ് ടിവിയുടെ സംപ്രേഷണവും തുടങ്ങി. എന്തായാലും സംപ്രേഷണമൊക്കെ തുടങ്ങി നോക്കുന്നുണ്ട് മക്കളെ, വീഡിയോകൾക്കൊന്നും ഒരു ക്വാളിറ്റിയും ഇല്ല. എന്തോ ജാമുവിന്റെ കാര്യത്തിലെ ക്യാമറ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഇവര് വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. എന്തായാലും തുടക്കത്തിൽ തന്നെ ബിഗ് ടിവിയുടെ ഇത് വളരെ മോശം ക്യാമറ ക്വാളിറ്റി ആണെന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് മാത്രം തീർന്നില്ല, ചാനലിന്റെ ന്യൂസ് ഒക്കെ നോക്കുന്നുണ്ട് തനി റിപ്പോർട്ടർ ടിവിന്റെ പകർപ്പ്. ഒരു നിമിഷം ഞാൻ വിചാരിച്ചു പോയി, ഇത് ബിഗ് ടിവി ആണോ അതോ റിപ്പോർട്ടർ ടിവി ആണോ എന്നുള്ളത്. സെയിം ഇന്റർഫേസ്. ഇത്രയും താരനിബിഡമായിട്ടുള്ള ജേർണലിസ്റ്റുകളൊക്കെ കൊണ്ട് തുടങ്ങിയ ഒരു ചാനലിന് സ്വന്തമായിട്ട് ഒരു ഇന്റർഫേസ് പോലും ഡിസൈൻ ചെയ്യാനുള്ള പൈസ ഇല്ല എന്നുള്ളതാണ് ഞാൻ അത് കണ്ടപ്പോൾ ആലോചിച്ചു പോയത്. എന്തായാലും ഈ ചാനൽ റീസെന്റ് വന്നൊരു ന്യൂസിന് ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ തന്നെ പറ നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നുന്നത് എന്നുള്ളത്. പരിപാടികളിൽ പങ്കെടുക്കാൻ തുടങ്ങി, പക്ഷേ കേസുകാർ ജയിലിനകത്താണ്. അതാണ് റജിൽ മാക്കുട്ടിയുടെ പ്രതിഷേധങ്ങളുടെ കാരണങ്ങളിൽ ഒന്ന്. ലിനറ്റ് വർഗീസ് സൂര്യങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. തന്നെയാണ് ലിനറ്റ്, വലിയ പ്രതിഷേധം നേരത്തെ തന്നെ ഇപ്പോൾ ആരോഗ്യമന്ത്രിക്കെതിരായിട്ടുള്ള പ്രതിഷേധം അതിപ്പോൾ പോലീസിനെതിരാക്കി മാറ്റുകയാണ്. കാരണം ആ രീതിയിലുള്ള നടപടികളാണ് FIR വായിച്ചാൽ കണ്ടു. തനി റിപ്പോർട്ടർ ടിവിയുടെ പകർപ്പ് തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. കറക്റ്റ് അതേ ഇന്റർഫേസ് തന്നെ അല്ലെ. മുകളിലുള്ള ആ ബിഗ് ടിവി എംബ്ലം മാത്രം മാറിയിട്ടുണ്ട്, ബാക്കിയൊക്കെ റിപ്പോർട്ടർ ടിവി തന്നെ. അറ്റ്ലീസ്റ്റ് പുതിയൊരു ചാനൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് സ്വന്തമായിട്ട് ഒരു ഇന്റർഫേസ് എങ്കിലും ഇറക്കാൻ നോക്കടേ. മറ്റുള്ള ചാനലുകൾ ഇന്റർഫേസ് കോപ്പി അടിച്ച് വെക്കാന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇതിനൊക്കെ പറയാം. ഇത്രയും ജേർണലിസ്റ്റുകളെ പല ചാനലുകളൊന്നും വലിച്ചു കൊണ്ടുവന്ന ബിഗ് ടിവിക്ക് ഇതിലുള്ള ഒരു ടെക്നീഷ്യനെ കിട്ടിയില്ലേ? എല്ലാം അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. എന്തായാലും മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് അത്ര സുഖമില്ലാത്തൊരു തുടക്കമാണ് ബിഗ് ടിവിന്റേത്. അറിഞ്ഞിടത്തോളം ഇവരെന്തോ തട്ടിക്കൂട്ട് സെറ്റപ്പിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സുനിത ദേവദാസ് ഒക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പലരും അത് കണ്ടു കാണും. പുള്ളിക്കാരെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാണെങ്കിൽ നല്ലൊരു സ്റ്റുഡിയോ പോലും ഇപ്പൊ നിലവിൽ ബിഗ് ടിവിക്ക് ഇല്ല എന്നുള്ളതാണ്. ഒരു തട്ടിക്കൂട്ട് സ്റ്റുഡിയോ ആണുള്ളത്. ക്യാമറ ആണെങ്കിൽ പഴയ ഏതോ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ കുറച്ച് ജേർണലിസ്റ്റുകൾ മാത്രമുണ്ട് ഇവിടെ, വേറെ ഒന്നും ഇല്ല എന്നർത്ഥം. എന്തായാലും ഇനി ഈ ചാനലിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ ചാനലിൽ MD എന്ന് പറയുന്നത് അനിൽ അയ്യൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ പൊതുവെ ഒരു സംഘിച്ചായുള്ള വ്യക്തിയാണെന്ന് പരക്കൊരു അഭിപ്രായം ഉണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ടിവിയും ഒരു സംഘി ചാനൽ ആവാനുള്ള സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പരക്കെയുള്ള റൂമറുകളാണ് കേട്ടോ, ഞാൻ അടിച്ചിറക്കിയതല്ല. എന്തായാലും ബിഗ് ടിവിന്റെ ഒരു കോട്ട് തന്നെ ബിഗ് ടിവി വിത്തൗട്ട് ഫേവർ ഓർ ഫിയർ എന്നൊക്കെയാണ്. അതായത് ആർക്കും ഫേവർ ചെയ്യാതെ ഭയപ്പെടാതെ ഞങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കും എന്നൊക്കെയാണ് ഇവര് തള്ളി മറിക്കുന്നത്. അതെന്തായാലും സംഭവിക്കാൻ പോണില്ല. ഭാവിയിൽ ഇവർ ആർക്കാണ് ഫേവർ ചെയ്യുന്നത്, ഇവരാരെയാണ് ഭയപ്പെടുന്നത് എന്നുള്ളത് കണ്ട് തന്നെ അറിയാം നമുക്ക്. ഇതൊക്കെ എത്ര നമ്മൾ കണ്ടതാണ് അല്ലേ. എന്നാലും ബിഗ് ടിവിന്റെ ലോഞ്ചിങ് ഒക്കെ കഴിഞ്ഞു, ന്യൂസ് റിപ്പോർട്ടിംഗ് ഒക്കെ തുടങ്ങി. ഇനി ഈ ചാനൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കണമല്ലോ, അതിനുള്ള ചുമതല ആർക്കാണ്? ചീഫ് എഡിറ്റർ ആയിട്ടുള്ള സുജയ പാർവതിക്കാണ്. അതിനാണല്ലോ പുള്ളിക്കാരെ ആ സീറ്റ് കൊണ്ട് ഇരുത്തിയത്. അപ്പൊ അങ്ങനെ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സുജയ പാർവതി സംഘടിപ്പിച്ച ആദ്യത്തെ പ്രോഗ്രാം എന്താണെന്ന് അറിയോ? ഒരു ബസ് ടൂർ പ്രോഗ്രാം. അതായത് ബിഗ് ടിവിന്റെ മെയിൻ ജേർണലിസ്റ്റുകൾ എല്ലാവരും കൂടി ഒരു ബസ് എടുത്തിട്ട് എന്താക്കും, കേരളത്തിലേക്ക് ഇറങ്ങും. എന്നിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്കിടയിലുള്ള ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യും. ഇതായിരുന്നു ഇവരുടെ ആദ്യ പരിപാടി എന്ന് പറയുന്നത്. ഉള്ളത് പറയാലോ, അട്ടർ ഫ്ലോപ്പ് പരിപാടിയായിരുന്നു. ഇവർ ബസ്സിനുള്ളിൽ വെച്ചൊക്കെ കുറച്ച് വീഡിയോകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അതൊക്കെ കാണുന്ന മക്കളെ നിങ്ങളൊന്ന് കണ്ടുനോക്കി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബിഗ് ബസിന്റെ യാത്ര തുടരുകയാണ്. ബിഗ് ബസിന്റെ യാത്ര ഇപ്പോ നമ്മൾ എവിടെ വരെ എത്തിയെന്ന് നോക്കുമ്പോൾ നമ്മളിപ്പോ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ബോർഡൊക്കെ കാണുന്നുണ്ട്. നമ്മൾ നേരെ വൈപ്പിലേക്ക് എത്തുകയാണ്.
ശരി, ഇതെന്താ ടൂർ വ്ലോഗോ? പ്രേക്ഷകരെ വണ്ടി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ഇതാ വൈപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇതൊരുമാതിരി യൂട്യൂബ് ചാനൽ നടത്തുന്ന പോലെയാണ് സുജയ പാർവതിയുടെ വർത്താനം കേട്ടിട്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. സുജയ പാർവതിന്റെ കോലൊക്കെ അങ്ങോട്ട് മാറിപ്പോയല്ലോ. നമ്മൾ റിപ്പോർട്ടർ ടിവിയിലും 24 ന്യൂസിലും കണ്ട ആളേ അല്ല ഇപ്പൊ കാണുന്നത്. മൊത്തത്തിൽ അങ്ങ് വേർത്തൊലിച്ച് ആളെ അങ്ങ് മാറിപ്പോയി. ഈ ബിഗ് ടിവിക്കാർ പൈസ മാത്രമേ തരുന്നുള്ളൂ, മേക്കപ്പ് ഒന്നും ഇടാൻ തരാറില്ലേ? അതൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കിടേണ്ട അവസ്ഥ ആണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. അല്ലെ, പോയി നിങ്ങളെ മേക്കപ്പിൽ കണ്ടിട്ട് പെട്ടെന്ന് മേക്കപ്പിൽ ഇല്ലാതെ കാണുന്ന സമയത്ത് എന്താ നമ്മൾ ദഹിക്കാൻ പറ്റാത്ത പോലെ. എന്തായാലും കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല, അത് ബോഡി ഷേമിംഗ് ആയി മാറും. ഈ ബോഡി ഷേമിങ്ങിനെതിരെ സംസാരിക്കുന്നത് നമ്മൾ തന്നെ ഒരാൾ ബോഡി ഷേമിംഗ് ചെയ്യുന്ന അത്ര ശരിയല്ലല്ലോ. എന്തായാലും ബിഗ് ടിവിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി, മേക്കപ്പ് ഇല്ലാത്ത സുജയ പാർവതിയെ കാണാൻ പറ്റി. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പുള്ളിക്കാർ ബസ്സിലേക്കൊക്കെ കയറുന്നതിന് മുമ്പ് മേക്കപ്പ് ഇട്ട് കയറിയിട്ടുണ്ടാകും, പിന്നെ അവിടുന്ന് വേർത്തൊലിച്ച് മേക്കപ്പ് ഒക്കെ മാറിപ്പോയതായിരിക്കും സംഭവം. അങ്ങനെയും സംഭവിക്കാറും. എന്തെന്നാലും മേക്കപ്പ് ഇല്ലാത്ത സുജയ പാർവതിനെ കാണാൻ പറ്റി. അതിന് ബിഗ് ടിവിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ബാക്കി അതൊക്കെ എന്തായാലും വൈപ്പിനിലേക്കുള്ള വഴിയിലാണ് നമ്മളിപ്പോ ഒരു പാലത്തിന്റെ അടുത്തുകൂടി നേരെ വരാപ്പുഴ അതിരൂപതയുടെ വഴിയേ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ യാത്രയിൽ ഒരുപാട് പേരെ കണ്ടുമുട്ടും, അതോടൊപ്പം നമ്മൾ വാർത്തകൾ പങ്കുവെക്കും, വിശേഷങ്ങൾ അറിയും. അങ്ങനെ നമ്മുടെ ഈ യാത്ര തുടരുകയാണ്. എനിക്കൊപ്പം ബാക്കിയുള്ള സംഘാംഗങ്ങളെ കൂടി ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണിച്ചു തരാം. ഞാൻ ഒറ്റയ്ക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്യുകയല്ല. എനിക്കൊപ്പം അനൂപ് ജോണും ധനേഷും ഒക്കെ അടങ്ങുന്ന നമ്മുടെ വലിയ ഒരു സന്നാഹവുമായിട്ടാണ് നമ്മൾ ഈ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടത്. അപ്പോൾ അവരൊക്കെ ഇവിടെയുണ്ട്. ഒപ്പം എസ് വിജയകുമാർ ഇവിടെയുണ്ട്. ക്യാമറ ഇങ്ങോട്ടൊന്ന് തിരിക്കണം. എസ് വിജയകുമാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുപ്രഭാതം വിജയകുമാർ. സുപ്രഭാതം. എങ്ങനെയുണ്ട് കൊച്ചിയിലോട്ടുള്ള യാത്ര? ഉഷാറല്ലേ? ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കൊച്ചിയിലേക്ക് തിരിച്ചു വന്നതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. അതിന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതര സന്തോഷം. ഉറപ്പായും നമ്മുടെ പഴയ തട്ടകത്തിലേക്ക് തിരികെ എത്തുന്നുള്ള സന്തോഷം. അതെ, നമ്മൾ പൂർണ്ണമായും തിരിച്ചെത്തും ഹൈദരാബാദിൽ നിന്ന് ഉടനെ. അതെ, ഉടനെ ആ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. അതെ, ലക്ഷ്മി പത്മ, സുപ്രഭാതം. എങ്ങനെയുണ്ട് വരാപ്പുഴയിലെ മോർണിംഗ്? ഗംഭീരം. കൊച്ചിയിലെ വായു ശ്വസിക്കുമായിരുന്നു. അപ്പോൾ അനിൽ സാർ നമ്മുടെ കൂടെ യാത്ര തുടരുകയാണ്. സാറ് ഹൈദരാബാദിൽ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ നമ്മൾ ഈ യാത്രയ്ക്ക് ഇങ്ങ് കൂട്ടിക്കൊണ്ട് പോകുന്നു. ഇനിയിപ്പോൾ വിടുന്നില്ല. സുപ്രഭാതം അനിൽ സാർ. സുപ്രഭാതം. ഇതാണ് ആ മുതലി, ഈ ചാനൽ MD ആയിട്ടുള്ള അനിൽ അയ്യൂർ. എല്ലാവരും ശരിക്കും ഒന്ന് കണ്ടോളി. ഇനി ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. അല്ല, എത്ര കാലം ഈ ചാനൽ മുന്നോട്ട് പോകുമെന്ന് അറിയൂലേ, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും ഇതുവരെ കണ്ടതിൽ വെച്ച് ഉള്ളത് പറയാലോ, സുജയ പാർവതിയുടെ പ്രസന്റേഷൻ ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അനിൽ അയ്യൂരിന് തൊട്ട് മുമ്പ് S വിജയകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയുമായി സംസാരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടല്ലോ. ആ വ്യക്തി ആരാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? 24 ന്യൂസിലെ മെയിൻ അവതാരകനായിരുന്നു. നല്ല അടിപൊളിയായിട്ട് വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. മൂപ്പര് പിടിച്ചിട്ടാണ് ആ ബസ്സിന് സൈഡ് മുറുക്കെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. എന്തായാലും ബിഗ് ടിവിയിലേക്ക് ചേക്കേറിയതിനു ശേഷം ഈ പറഞ്ഞ S വിജയകുമാറിനെ സംബന്ധിച്ചിടത്തോളം 1-2 പരിപാടികൾ ഹോസ്റ്റ് ചെയ്തെങ്കിൽ കൂടിയും വേണ്ട രീതിയിലൊന്നും പുള്ളിക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. പിന്നെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഭാവിയിൽ പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് കരുതാം. ഏതായാലും ഇത്രയും ആയ സ്ഥിതിക്ക് നമുക്ക് MDക്ക് എന്താണ് പറയാനുള്ളതെന്ന് കണ്ടോക്കാം. സുപ്രഭാതം. എങ്ങനെയുണ്ട് യാത്ര? നന്നായിട്ടുണ്ട്. വൈപ്പിൻ മാലിപ്പുറത്താണ് നമ്മളിപ്പോ. ശരി, MD എന്താ ഒരുമാതിരി താല്പര്യമില്ലാത്ത മാതിരി ബസ്സിലിരിക്കുന്നത്? MDക്ക് ഈ ടൂർ അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഒരുമാതിരി ഊള ടൂർ സംഘടിപ്പിച്ചതിന് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്ന് സുജയ പാർവതിയോട് പറയുന്ന പോലെ ഉണ്ട് ഇങ്ങനെയുള്ള റെസ്പോൺസ്. എന്തായാലും ബാക്കി ഉണ്ടോക്കാം. അപ്പോൾ ഈ യാത്രയിലൂടെ നമ്മൾ നാടിനെ അറിഞ്ഞ് നാട്ടാരെ കേട്ടാൽ നമുക്ക് പുറത്തെ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മറ്റു ക്യാമറകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നല്ല മനോഹരമായ ഒരു പ്രഭാതത്തിന്റെ ഒരു പ്രസരിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഒരു സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണെന്നുള്ളത് പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ നല്ല രീതിയിലുള്ള ഒരു പ്രഭാതം പൊട്ടിവിടരുന്ന സമയം എന്നൊക്കെ പറയുന്നതാണ് ഒരു രാവിലെ 6 മണി മുതൽ ഒരു 7:30 വരെയുള്ള സമയം. പ്രഭാത സൂര്യൻ ഇങ്ങനെ ഉദിച്ചു കയറി വരുമ്പോൾ അതിന് ചുറ്റുമുള്ള വൃക്ഷങ്ങളും അതുപോലെ തന്നെ കടലോ കായലോ അങ്ങനെയുള്ള ജലാശയങ്ങളൊക്കെ ഏറ്റവും മനോഹരമായിട്ട് കാണപ്പെടുന്ന ഒരു സമയമാണ് ഈ പ്രഭാതം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുതാത്ത ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ആ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആദ്യം കാണിക്കാൻ പോകുന്നത്. ശരി, സൺറൈസ് കാണിക്കാൻ പോവാണ്, അതിനാണ് ഇത്ര ഹൈപ്പ് കൊടുക്കുന്നത്. എന്തായാലും സുജയ പാർവതി ഇതൊക്കെ പറയുമ്പോൾ ഞാൻ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന എങ്ങോട്ടാന്ന് അറിയും? സുജയ പാർവതിന്റെ മുഖത്തേക്കാണ്. ഒരു ചീഫ് എഡിറ്റർ ആയതിന് എല്ലാ പ്രഷറും സുജയ പാർവതിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ഭയങ്കര പ്രഷർ എടുത്തിട്ടാണ് പുള്ളിക്കാർ സംസാരിക്കുന്നത്. അത് പിന്നെ ഒരു ചീഫ് എഡിറ്റർ ആകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രഷറുകളൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അത് മുഖത്ത് കാണിക്കാതെ സംസാരിക്കാൻ കഴിയുന്നതാണല്ലോ ഒരു ജേർണലിസ്റ്റിന്റെ കഴിവെന്ന് പറയുന്നത്. ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും, കുറച്ച് ഞാൻ റെഡി ആയി വരുമായിരിക്കും. എന്തായാലും ഇതുവരെ നമ്മൾ കണ്ട സുജയ പാർവതിയെ അല്ല ഇപ്പൊ നമ്മൾ കാണുന്നത്. ഒരുപാട് മാറി എന്ന് പറയാതെ വയ്യ. റിപ്പോർട്ടർ ടിവിയിലൊക്കെ ആയിരുന്ന സമയത്ത് ചുമ്മാ അരുൺകുമാറുമായി കച്ചറയും ബഹളം ഉണ്ടാക്കി നടന്നുകൊണ്ടിരുന്ന പെണ്ണാണ്. അതിലൂടെ പല ഡിബേറ്റുകളും വിജയിപ്പിച്ചെടുത്തൊരു പെണ്ണാണ്. വളരെ ഫ്രീ ആയി ഡിബേറ്റുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പെണ്ണാണ്. ആ ആളെ പിടിച്ചിട്ടാണ് ഇപ്പൊ ചീഫ് എഡിറ്റർ സ്ഥാനത്തേക്ക് കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉള്ളത് പറയാലോ, ഇത് സുജയ പാർവതിക്ക് പറ്റിയ പണിയല്ല. സുജയ പാർവതിക്ക് പറ്റിയ പണി എന്ന് പറയുന്നത് ന്യൂസ് വായിക്കുക, ഡിബേറ്റ് ചെയ്യുക. ഈ 2 കാര്യങ്ങളുടെ സുജയ പാർവതി അടിപൊളിയാണ്. അല്ലാണ്ട് ഒരു ചീഫ് എഡിറ്റർ സ്ഥാനത്തേക്ക് കൊണ്ടിരുത്താൻ മാത്രം കഴിവ് സുജയ പാർവതിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കണ്ടു തന്നെ അറിയാം സുജയ പാർവതിയുടെ അവസ്ഥ എന്താകും എന്നുള്ളത്. ഇതൊരുമാതിരി കയ്യിൽ നിന്നുള്ളത് പോവുകയും ചെയ്ത് എന്നാൽ പിടിക്കാൻ നോക്കിയത് കിട്ടിയതുമില്ല എന്നുള്ള അവസ്ഥ ഉണ്ടാവാതിരുന്നാൽ മതി. റിപ്പോർട്ടർ ടിവിയിൽ നന്നായി പോയിക്കൊണ്ടിരിക്കുക, അവിടുന്ന് രാജി വെക്കുകയും ചെയ്തു. എന്നാൽ ബിഗ് ടിവിയിൽ കയറിയതിനു ശേഷവും
ശോകം പെർഫോമൻസും മൊത്തത്തിൽ സുജയ പാർവതി അങ്ങ് തേഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നതാണ്. അതിന് എത്ര കാലം കിട്ടും എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടി വരും. എന്തായാലും ബാക്കിയോട് പറഞ്ഞോട്ടെ. കാണിക്കാൻ പോകുന്ന ഒരു മോർണിംഗ് വൈബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണം. എനിക്കിപ്പം മുഹമ്മദ് മുജ്തബയുണ്ട്. മുഹമ്മദ് മുജ്തബയാണെങ്കിൽ മുസ്തബയ്ക്ക് ഇതൊക്കെ കണ്ട് ഞങ്ങൾ ഇതൊക്കെ എപ്പോഴും കാണുന്നതല്ലേ, ഞങ്ങൾ ഈ സീൻ വിട്ടതല്ലേ എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ വല്ലപ്പോഴും കാണുന്ന കാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. മുസ്തബ റെഡി അല്ലേ? ഞങ്ങൾ ബസ്സുമായിട്ട് കൊച്ചിയിലെത്തി. ഇനി നിങ്ങളുടെ കയ്യിൽ ഇവിടെ കൊച്ചിയിലുള്ള കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും തീർച്ചയായും. ഇപ്പൊ വൈശാഖ് കോമാട്ടിലാണ് നമ്മുടെ കൊച്ചിയുടെ തലവർ റെഡി അല്ലേ? നമ്മൾ ഫുൾ റെഡിയാണ്, ഫുൾ ടീം റെഡിയാണ്. രണ്ടുപേരും മിസ്സിംഗ് ഉണ്ട്. അലി അക്ബർ ഷാ വേറൊരു വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ പോയിരിക്കുന്നു. അതെ, ഇന്നലെ തന്നെ നമുക്കൊപ്പമുള്ള ദീപക് മലയമ്മയുണ്ട്. നമുക്ക് ബസ്സിന് പുറത്തേക്ക് ഇറങ്ങാം. മോർണിംഗ് വൈബ് ഒക്കെ ഒന്ന് സെറ്റാക്കി നമുക്ക് നമ്മുടെ ഒരു എല്ലാവരും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷനിലേക്കൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ കടക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇതാ ബസ് ഇറങ്ങി നാട്ടുകാർക്കിടയിലേക്കുള്ള നമ്മുടെ യാത്ര ഇവിടെ തുടരുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബിഗ് ബസ്, ബിഗ് ടിവിയുടെ ബിഗ് ബസ്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ യാത്രയാണ്. ആ യാത്ര എല്ലാം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടില്ലേ, ഒറ്റയ്ക്കൊരു കൊക്കൊക്കെ പറന്നു പോകുന്നുണ്ട്. അത് കൊക്കല്ലേ? മാലിപ്പുറത്തെ സൂര്യോദയം, ആ കാഴ്ചയാണ് നമുക്ക് പ്രേക്ഷകർ. ശരിയാണ്, എസ് വിജയകുമാർ പറഞ്ഞ പോലെ നല്ല മനോഹരമായ ഒരു സൂര്യോദയം കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ സുപ്രഭാതത്തിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. നമ്മൾ ഇന്നത്തെ ദിവസം വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കും. അതോടൊപ്പം തന്നെ ജനകീയ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. ഈ ഒരു പ്രദേശത്തിന്റെ ഒരു മനോഹാരിത അത് തന്നെയാണ് നമ്മളെ കൂടുതൽ ആകർഷിക്കുക. ലക്ഷ്മിയത്മ, മോർണിംഗ് വൈബായില്ലേ? ഗംഭീരായില്ലേ? ഒരു റീലൊക്കെ എടുക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ ജനകീയ വിഷയങ്ങളിൽ ഇടപെടാൻ വന്നതുകൊണ്ട് നമുക്ക് ആ വിഷയങ്ങളിൽ ആദ്യം ഇടപെട്ട് അതിനൊരു പരിഹാരമൊക്കെ ഉണ്ടാക്കി പോകണം. ശരി, പാവണ്ടാ ലക്ഷ്മി. പ്രകൃതിയുടെ ആ മനോഹാരിത കണ്ട് മൂപ്പത്തി ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോയതാണ് റീൽ എടുക്കാൻ തോന്നുന്നുണ്ടോ എന്ന്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് മൂപ്പത്തിനെ അങ്ങ് സുജയ പാർവതി ചടപ്പിച്ചു വിട്ടു. ഇല്ല, ഞാൻ റീൽ എടുക്കാനൊന്നുമില്ല, ജനകീയ വിഷയങ്ങൾ ഇടപെടാൻ വന്നതാണ് ഞാൻ ഭയങ്കര ഉത്തരവാദിത്തമുള്ള ചീഫ് എഡിറ്റർ ആണെന്നൊക്കെ. പാവ ലക്ഷ്മിനെ സുജയ പാർവതി അങ്ങ് മോട്ടറാക്കി വിട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സുജയ പാർവതിയുടെയും മറുപടിയോട് കൂടി ലക്ഷ്മി ചടിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് മനസ്സിലാവും ലക്ഷ്മിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. സാറില്ല, പോട്ടെ, ഇനിയിപ്പോ എന്ത് പറയാനാണ്. എന്തായാലും ബാക്കി കൂടി നോക്കാം. പോകണം. അപ്പോൾ നമ്മുടെ യാത്ര നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നാട്ടുകാരെയൊക്കെ കണ്ട് ശരിക്കും ഒരു പ്രഭാതത്തിൽ ഒരു നാട്ടിൻപുറത്ത് ഇറങ്ങി നിന്നാലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുക. നമ്മൾ ഏത് ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയാലും അല്ലേ? ഉറപ്പായും സുജിയ, ഇവിടെ വേറൊരു പ്രത്യേകത കൂടി ഉള്ളത്, നാട്ടിൻപുറം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രാവിലെ തന്നെ ജീവിതം തുടങ്ങുന്ന പ്രദേശമാണ്. അപ്പോൾ ഇവിടെ തന്നെ അറിയാം, നമ്മൾ ഈ നടക്കുന്ന ഈ പോകുന്ന വഴിയിലൊക്കെ ആളുകൾ അവരുടെ പ്രഭാത സവാരി രാവിലത്തെ നടപ്പിനും ഒക്കെ ആയിട്ട് ഇറങ്ങുന്നതാണ്. എനിക്കൊന്ന് നമ്മളൊന്ന് ഒതുങ്ങി കൊടുക്കണം, ഒരു വണ്ടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ വാർത്തകളൊന്നും തന്നെ മിസ്സാവാത്ത രീതിയിൽ ആ വാർത്തകളിലൂടെയൊക്കെയാണ് നമ്മുടെ ഈ ബിഗ് ബസിന്റെ സഞ്ചാരം എന്ന് പറയുന്നത്. അപ്പോൾ പ്രഭാതത്തിന്റെ ഒരു പ്രസരിപ്പോട് കൂടി നമ്മൾ ഇന്നലെ തുടങ്ങിയ യാത്രയാണ്. ആ യാത്രയിൽ നമ്മൾ കണ്ട കുറച്ച് മനുഷ്യർ, അവർക്കിടയിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റി. ഗുഡ് മോർണിംഗ് ചേട്ടാ. ഗുഡ് മോർണിംഗ്. സുപ്രഭാതം. ഗുഡ് മോർണിംഗ്. അപ്പോൾ എങ്ങനെ നമ്മൾ ബിഗ് ടിവിയുടെ ഒരു യാത്രയായിട്ട് നമ്മൾ ഇവിടെ എത്തിയതാണ്. നമുക്ക് വീട് കാണാം. ആ ബെസ്റ്റ് മോർണിംഗ് വാക്കിന് ഇറങ്ങിയ ആൾക്കാരൊക്കെ പിടിച്ചു നിർത്തി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. എനിവേ, ഇതുവരെ മൊത്തത്തിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാണെങ്കിൽ സുജയ പാർവതിക്ക് തന്റെ പ്രഷർ സിറ്റുവേഷൻ തീരെ അങ്ങ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പോലെ ഉണ്ട് അല്ലെ. ഒരുപാട് നല്ല ജേർണലിസ്റ്റുകൾ തന്റെ ചുറ്റും ഉണ്ടായിട്ടും അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് സുജയ പാർവതിക്ക് അറിയാത്ത പോലെ. ഇപ്പൊ ഇവിടെ എസ് വിജയകുമാർ ആണെങ്കിലും ലക്ഷ്മി ആണെങ്കിലും മിണ്ടാതെ അവിടെ അനങ്ങാണ്ട് നിൽക്കാണ്. സംസാരിക്കുന്നതും മറ്റു പരിപാടികളൊക്കെ ചെയ്യുന്നത് സുജയ പാർവതി ഒറ്റയ്ക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അവരെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് സുജയ പാർവതിക്ക് തീരെ അങ്ങ് അറിയില്ല. പുള്ളിക്കാർ എന്തൊക്കെയോ കാണിച്ചു കൂട്ടാൻ നോക്കുന്നുണ്ട്, അതൊക്കെ ശുദ്ധ കോമാളിത്തരായി മാറുന്നുമുണ്ട്. എന്തായാലും ബാക്കി ഉണ്ടോക്കാം. വൈപ്പിനിലൂടെയുള്ള നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. ശരിക്കും ഈ ഒരു പ്രദേശത്തിന്റെ പേരെന്താണ് കറക്റ്റ്? ഈ ഒരു നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്തിന്റെ മാലിപ്പുറം. മാലിപ്പുറത്തൂടെ നമ്മുടെ ഒരു ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടാ നമസ്കാരം, സുപ്രഭാതം. ഇതെന്താ കയ്യിലെന്താ? എന്തൊക്കെ മീനാണല്ലേ? ഏതൊക്കെ മീനാണ്? അയലയുണ്ട്, മത്തിയുണ്ടോ? മത്തിയില്ല. ഇതെന്താ? ഇത് നമ്മുടെ ചെമ്പല്ലി. കിളിമീനാണ്. അപ്പൊ അയലയുണ്ട്, കിളിമീനുണ്ട്. അപ്പൊ നമുക്ക് കിളിമീൻ കറി വെക്കാം, അയല വറക്കാം അല്ലേ ലക്ഷ്മി? നേരെ തിരിച്ചും ചെയ്യാം, കിളിമീൻ വറക്കും ചെയ്യാം, അയല കറി വെക്കും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലേ ചേച്ചി ഫിഷ് വ്ലോഗ് എടുക്കാൻ വന്നതാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് ജനങ്ങളുടെ പ്രശ്നം അറിയാൻ വേണ്ടി പോവാന്നും പറഞ്ഞിട്ട് ക്യാമറ പൊക്കി പിടിച്ച് വീട്ടിലേക്ക് മീൻ വാങ്ങി ഇറങ്ങി പുറപ്പെട്ടതാണ് ചേച്ചി. എന്തായാലും കൊള്ളാം. ഇനി ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. സുജയെ കണ്ടിട്ട് പറക്കും തളികയിലെ ബാസന്തിയെ ഓർമ്മ വരുന്നു. കറുത്ത് കരുവാണിച്ചോ, മേക്കപ്പ് ഇട്ടില്ലേ സുജയെ വെളുക്കാൻ തേച്ചത് പാണ്ടായി. ഇങ്ങനെ നീളുന്ന കമന്റ് ബോക്സ് ഫുള്ള് സുജയ പാർവതി അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകളാണ്, പ്രത്യേകിച്ച് ലുക്കിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകൾ. എന്തായാലും കമന്റുകൾ ഒരുപാടായതോടെ സുജയ പാർവതി തന്നെ ഇതിന് മറുപടി കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും അന്ന് കണ്ടുനോക്കാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അതൊക്കെ നമ്മൾ പരിഹരിക്കും. എന്റെ മേക്കപ്പിന്റെ കാര്യം നമ്മൾ പരിഹരിക്കും. അപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എന്റെ സ്കിൻ ടോൺ ഒന്നും പിടിയിട്ടില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ ശരിക്കും നല്ല മേക്കപ്പ് ഒക്കെ അടുത്ത ദിവസം ഉറപ്പായിട്ട് വരാം. അപ്പോൾ അതിൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. മേക്കപ്പ് ഇട്ടാലും ഇല്ലെങ്കിൽ ഞാൻ തന്നെയല്ലേ, നിങ്ങൾ തന്നെയല്ലേ. പക്ഷേ നമുക്ക് ഇങ്ങനെ തന്നെ തുടരാം. നാളെ നമ്മളതൊക്കെ പരിഹരിച്ചിട്ട് വരികയും ചെയ്യാം. അപ്പൊ എന്നെ കളിയൊക്കെ നോക്കേണ്ട, എലി വെള്ളത്തിൽ വീണ പോലെ ആയി എന്നൊക്കെ പറഞ്ഞു എന്നെ എലിന്ന് വരെ വിളിച്ചു. അതൊന്നും കാര്യമില്ല. നമ്മൾ അതെ, അതൊന്നും കാര്യമില്ല. ചേച്ചിന്റെ രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കോളി.
എന്നാലും ചേച്ചി നല്ലൊരു മേക്കപ്പ് മാനെ പോലും കിട്ടില്ല എന്ന് പറയുമ്പോൾ വളരെ മോശമാണ് കേട്ടോ. റിപ്പോർട്ടർ ടിവിയിലും 24 ന്യൂസിലൊക്കെ എങ്ങനെ കുളൂസായി നടന്ന പെണ്ണാണ്. എന്തായാലും നാളെ തൊട്ടെങ്കിലും നല്ലൊരു മേക്കപ്പ് മാനെ സെറ്റ് ആക്കിക്കോളി, എനിക്ക് എത്ര പറയാനുള്ളൂ. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ നിലവിലെ സുജയ പാർവതിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഇതേ സുജയ പാർവതി തന്നെ 3 ആഴ്ച മുന്നേ ബിഗ് ടിവിന്റെ ലോഞ്ചിങ്ങിന്റെ സമയത്ത് ഭയങ്കര ഡയലോഗൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. നല്ല വാക്കുകൾക്ക് ഈ അവസരത്തിന് ബിഗ് ടി വി ഗ്രൂപ്പിനും അതുപോലെ തന്നെ അനിൽ അയ്യൂർ സാറിനും നന്ദി. ഞാൻ ഈ ഒരു മൊമെന്റിൽ അക്നോളജ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് വരെ ഒരു വാർത്താ വായനക്കാരി ആയിരുന്ന എന്നെ ഒരു ന്യൂസ് പ്രസന്റർ എന്ന നിലയിൽ മോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അനിൽ അയ്യൂർ എന്ന വ്യക്തിയാണ്. ഹീസ് മൈ മെന്റർ. ഇനി ബിഗ് ടി വിയെ കുറിച്ച്, ബിഗ് ടി വിക്ക് മുൻപും ശേഷവും എന്ന രീതിയിൽ മലയാള വാർത്താ ചാനലുകൾ അടയാളപ്പെടുത്തണം എന്നതാണ് എന്റെ ആഗ്രഹം. അതാണ് ബിഗ് ടി വിയുടെ ബിഗ് വിഷൻ. ഇങ്ങനെ പോവാണെങ്കിൽ മിക്കവാറും ഈ വിഷൻ ഫുൾഫിൽ ചെയ്യും. ബിഗ് ടിവിക്ക് മുമ്പും ശേഷവും എന്നുള്ളത് അടയാളപ്പെടുത്തും. ഏത് കാര്യത്തിലെന്ന് അറിയോ? ഒരു വാർത്താ ചാനൽ എങ്ങനെ ആവരുത് എന്നുള്ള കാര്യത്തിൽ. എന്തായാലും ഇതിനെല്ലാം ഇടയിൽ ഈ ലോഞ്ചിങ്ങിന്റെ സമയത്ത് ഓഡിയൻസിൽ പെട്ട ഒരാളുടെ ചോദ്യത്തിന് വേണു ബാലകൃഷ്ണൻ മറുപടി നൽകുന്നുണ്ട്. നമ്മൾ ആ മറുപടി കണ്ടുനോക്കാം. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഫീൽഡാണ്. എല്ലാ ചാനലുകൾക്കും അവരുടെ ഒരു ഓഡിയൻസ് ഉണ്ട്. അതിനെ ബ്രേക്ക് ചെയ്തിട്ട് വേണം ബിഗ് ടിവിക്ക് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഇന്നെല്ലാ പ്രസന്റേഴ്സും സെലിബ്രിറ്റികളാണ്. ഇപ്പൊ ഞാൻ ബിഗ് ടി വി കാണണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ യൂണിക് സെല്ലിംഗ് പോയിന്റ് നിങ്ങളുടെ വ്യൂവർഷിപ്പിലുള്ളത്? ഞാൻ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഉണ്ടാവുമല്ലോ, അതിന് അഡിക്റ്റീവ് ആയിരിക്കും. അപ്പൊ അതിന് ബിഗ് ടി വിക്ക് പ്രസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? പ്രസന്റേഷനിലാണോ അതോ എന്റർടൈൻമെന്റ് ഇതാണോ എന്താണ്? ആരെങ്കിലും ഒന്ന് മറുപടി പറയടേ, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കാണ്ട്. വേണിച്ചേട്ടൻ തന്നെ അങ്ങ് പറഞ്ഞാട്ടെ, എന്താണ് ബിഗ് ടിവിയിൽ എന്നെ പിടിച്ചിരുത്തുന്ന ഫാക്ടർ? ചേട്ടൻ തന്നെ അങ്ങ് പറ. ബിഗ് ടിവിയുടെ ചുരുക്കത്തിൽ അത് പറയാം, താങ്കളുടെ നല്ല ചോദ്യവുമാണ്. എന്തിനാണ് ഒരു പുതിയ ചാനൽ, എന്തിന് ഞാനത് കാണണമെന്ന്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ എറണാകുളത്താണല്ലോ ഈ പരിപാടി നടക്കുന്നത്. ഇവിടെ ഒരു സ്റ്റേഡിയം, അതിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നു. അവിടെ ഒരു അപകടം ഉണ്ടാകുന്നു ഒരു MLAക്ക്, അല്ലേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആദ്യം അതൊരു പരിപാടി നടക്കുകയാണ്. അപ്പോൾ അതാണ് അതിനകത്തെ ഏറ്റവും ചെറിയൊരു വാർത്ത. പിന്നെ അതിനുശേഷം ഒരു അപകടം ഉണ്ടാകുന്നു. അപ്പോൾ അതിന്റെ തലം മാറി ആ വാർത്തയുടെ. ആ അപകടം സംഭവിക്കുന്ന ഒരു MLAക്കാണ്. വീണ്ടും അതിന്റെ സ്വഭാവം മാറി. പിന്നെ ആ വേദിയിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചയിലേക്കാണ് പിന്നീട് നമ്മുടെ വിവരങ്ങൾ കിട്ടുന്നത് നമുക്ക്. അപ്പോൾ അതിന്റെ സ്വഭാവം പിന്നെയും മാറുന്നു. ആ വേദി പങ്കിട്ടതാരൊക്കെയാണ്? ഈ സുരക്ഷ ഉറപ്പാക്കേണ്ട ആളുകൾ ഉൾപ്പെടെയാണ് ആ വേദിയിൽ ഉണ്ടായിരുന്നത്. അതിന്റെ തലം വീണ്ടും മാറുന്നു. അത് കഴിഞ്ഞിട്ട് അവരെ നമുക്ക് പുറത്തേക്ക് എത്തിക്കണം, അല്ലെ? ഇത്രയും വലിയ അപകടം ഉണ്ടാകുന്ന താഴെ ഒരു സ്ലാബ് അങ്ങനെ തന്നെ കിടക്കുന്നതാണ്. അതിന്റെ തലം മാറുകയാണ് വാർത്തയുടെ. ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകണം, അതിന്റെ സമയമെടുക്കുന്നു. അതിന്റെ തലം വീണ്ടും മാറും. എന്തിനായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി? അതിന്റെ മെറിറ്റ് എന്താണ്? അതിന് അനുമതിയുണ്ടോ ആ പരിപാടി നടത്താൻ? പിന്നെ മറ്റ് സുരക്ഷാനുമതികളുണ്ടോ? അപ്പോൾ തലങ്ങൾ മാറി മാറി വരികയാണ്. ഈ സ്റ്റേഡിയത്തിന്റെ ഉടമ, ഇതിന് കൊടുത്ത ഇതിന്റെ സ്പോൺസർമാര്, അതിന്റെ ഉണ്ടായിരിക്കുന്ന വീഴ്ചകൾ, ഇതിനടുത്തൊരു ഗൈഡ് ലൈൻസ് ഉണ്ടോ? പിന്നെ പല പല പൊളിറ്റിക്കൽ റിയാക്ഷൻസ് വരികയാണ്. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും സോഷ്യൽ റിയാക്ഷൻസ് വരുന്നു. ഒരു ഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട VIP, ഞാൻ ആരെയും വ്യക്തിപരമായി പറയല്ലോ, ഒരു ഉദാഹരണം പറയുകയാണ് ഒരു സംഭവത്തിന്റെ. അവരുടെ ഒരു നൃത്ത പരിപാടി കൂടെ ആയിരുന്നല്ലോ. അവര് ഈ MLA ഒരിക്കൽ പോലും പോയി കാണാതിരിക്കുക, ഇങ്ങനെ ഒരു പിടി വിഷയങ്ങളാണ്. ഇത് മുഴുവൻ ഓർഗനൈസ് ചെയ്ത ഒരു സംഘത്തിന് ഒരു നല്ല ഓഫീസ് പോലുമില്ല, ഒരു തട്ടിക്കൂട്ട് ഏർപ്പാടാണെന്ന് പറയും. ഇങ്ങനെ ഇതിന്റെ തലങ്ങൾ മാറി മാറി വരികയായിരുന്നു. അപ്പോൾ ഒരു അപകടത്തിൽ നിന്ന് അത് എത്രമാത്രം തലങ്ങളിലേക്ക് മാറി. അപ്പോൾ അത്രയും വ്യൂ പോയിന്റുകളാണ് വരുന്നത്, അത്രയും റിയാക്ഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഒരു വാർത്തയ്ക്ക് ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉണ്ട്, ഒരുപാട് തലങ്ങളുണ്ട്. നമ്മുടെ ന്യൂസ് റൂമുകളിൽ കാണുന്നത് എന്താണ്? ഇത് പറയുന്ന ഒരു ആങ്കർ ഉണ്ടാകും, 1 or 2 റിപ്പോർട്ടർമാരും ഉണ്ടാകും. അത് രണ്ടുമല്ല. കാരണം നമ്മൾ എന്തിനാണോ അഭിസംബോധന ചെയ്യുന്ന ആ വാർത്തയ്ക്ക് ഒരുപാട് തലങ്ങൾ ഉണ്ട് എങ്കിൽ അത് അവതരിപ്പിക്കുന്ന മേഖലയിലും അത്രയും ഒന്നിലധികം തലങ്ങൾ ഉണ്ടാകണം. അത് വാർത്ത വായിക്കുന്നവരായാലും അത് റിപ്പോർട്ട് ചെയ്യുന്നവരായാലും. അതായത് ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇവർക്ക് ഒരുപാട് ന്യൂസ് റീഡർമാരും റിപ്പോർട്ടർമാരും ഉണ്ടാകുമെന്ന് അർത്ഥം. അവരൊക്കെ പല തലങ്ങളിലും റിപ്പോർട്ട് ചെയ്യുമെന്ന് അർത്ഥം. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഒരുമാതിരി കാക്കക്കൂട്ടിൽ കല്ലിട്ട മാതിരിയാവും, കലവിലായി മാറും. അതിലും ഭേദം വ്യത്യസ്തമായി വെറൈറ്റി ആയി ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റണം. എന്നാലേ ഇന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഉദാഹരണമായി 24 ന്യൂസുകാർ തുടക്കത്തിൽ കൊണ്ടുവന്ന സംഭവം ഓഗ്മെന്റഡ് റിയാലിറ്റി ഷോ, അതൊരു വെറൈറ്റി ആയിരുന്നു, അല്ലേ? അതുപോലെ തന്നെ മീഡിയ വണ്ണുകാർ കൊണ്ടുവന്ന ഒരു സംഭവം ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ഡിബേറ്റ് പ്രോഗ്രാം. ഇങ്ങനത്തെ എന്തെങ്കിലും വെറൈറ്റി പ്രോഗ്രാമുകൾ കൊണ്ടുവന്നാലേ ഇന്ന് മറ്റുള്ള ചാനലുകളും കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കുറെ റിപ്പോർട്ടർമാരും കുറെ ന്യൂസ് റീഡർമാരും ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ കേട്ടോ. എന്തായാലും ഇനി ഇതെല്ലാം കഴിഞ്ഞ് സുജയ പാർവതിയുടെ ഒരു മാസ് ഡയലോഗ് ഉണ്ട് മക്കളെ. എനിക്കത് കേട്ടിട്ട് ചിരിയാണ് വന്നത്. എന്തായാലും ഒന്ന് കേട്ടു നോക്കി. വന്നപ്പോൾ അനിൽ അയ്യൂർ എന്ന് പറയുന്ന ലക്ഷ്മി പത്മയുടെ വാക്കുകൾ കടമെടുത്താൽ ന്യൂസ് ചാനലുകളിലെ രാജമൗലി ആവശ്യപ്പെട്ടതുപോലെ ആ സിനിമയിൽ ആ മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ എന്റെ റോൾ നിർവഹിച്ചു. അതുപോലെ ബിഗ് ടിവിയിൽ രാജമൗലിയുടെ അടുത്ത പടമാണ്, അതും ഒരു ബിഗ് ബജറ്റ് പടമാണ്. തെലങ്കാനയിൽ നിന്നുള്ള പ്രൊഡ്യൂസറാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ബിഗ് ബജറ്റ് ചിത്രത്തിൽ എന്റെ പെർഫോമൻസ്
മാസമായിരിക്കും, ക്ലാസ് മാസം ചേരുന്നതായിരിക്കും. ആ ക്ലാസ് മാസം എന്താണെന്നുള്ളത് നമ്മളിപ്പോ കണ്ട്. ദയവ് ചെയ്ത് ഇനി ഇത്രയും ക്ലാസ് മാസം പുറത്തെടുക്കരുത്. കണ്ടു നിൽക്കാനുള്ള ത്രാണിയില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. എന്തായാലും ഇതൊക്കെ കാണുമ്പോഴാണ് ഈ 24 ന്യൂസുകാരോടും മീഡിയ വണ്ണുകാരോടും റിപ്പോർട്ടർ ടിവിക്കാരോടും ഒക്കെ ഒരു റെസ്പെക്ട് തോന്നുന്നത്. അവരൊക്കെ എത്ര അടിപൊളിയായിട്ടാണല്ലേ ചാനൽ കൊണ്ടുപോകുന്നത്, ഓരോ പരിപാടികളും ഹോസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ബിഗ് ടിവിയെ സംബന്ധിച്ചിടത്തോളം കുറെ ജേർണലിസ്റ്റുകൾ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? നല്ലൊരു ന്യൂസ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറെ ജേർണലിസ്റ്റുകളെ കുത്തി നിറച്ചുകൊണ്ട് കാര്യമില്ല. കൃത്യമായി പ്രോഗ്രാമുകൾ ഹോസ്റ്റ് ചെയ്യാനും ജേർണലിസ്റ്റുകളെ യൂട്ടിലൈസ് ചെയ്യാനും കഴിയണം. അവിടെയാണ് ഈ പറഞ്ഞ റിപ്പോർട്ടർ ടിവി, മീഡിയ വണ്ണും അതുപോലെ തന്നെ 24 ന്യൂസും ഒക്കെ മികച്ചു നിൽക്കുന്നത്. ഈ ചാനലുകളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാണെങ്കിൽ ഇതിലൊക്കെ എത്രയോ ജേർണലിസ്റ്റുകൾ ദിനം പ്രതി വരുന്നു, അവരൊക്കെ മറ്റുള്ള ചാനലിലേക്ക് ചാടി പോകുന്നു, വീണ്ടും പുതിയത് വരുന്നു, വീണ്ടും ചാടുന്നു. ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും അവർ എത്ര ഭംഗിയായിട്ടാണ് ചാനൽ നടത്തി കൊണ്ടുപോകുന്നത്. അവിടെയാണ് അവരെ സമ്മതിച്ചു പോകുന്നത്. എന്താണ് ഇങ്ങനെയാണ് ബിഗ് ടിവിന്റെ പോക്കെങ്കിൽ മിക്കവാറും ഈ ചാനൽ പൂട്ടി വീഴുമെന്ന് പറയാതെ വയ്യ. എന്റെ അഭിപ്രായത്തിൽ ഈ ചാനൽ കര കയറണമെന്നുണ്ടെങ്കിൽ ചീഫ് എഡിറ്റർ സ്ഥാനത്ത് നിന്നും ആദ്യം സുജയ പാർവതിനെ മാറ്റണം. എന്നിട്ട് അതിന് ഉതകുന്ന ഒരാളെ ചീഫ് എഡിറ്റർ സ്ഥാനത്ത് ഇരുത്തണം. എന്നാൽ പിന്നെ പകുതി പ്രശ്നം സോൾവ് ആയി കിട്ടിക്കോളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുജയ പാർവതിക്ക് പറ്റിയ പണി ന്യൂസ് ഡിബേറ്റ് നടത്താനും ന്യൂസ് വായിക്കാനും ഒക്കെയാണ്. അത് അവർ വൃത്തിയിൽ ചെയ്തോളൂ. അല്ലാതെ ഈ ചീഫ് എഡിറ്റർ പണി നിങ്ങൾ വേറെ ആരെങ്കിലും ഏൽപ്പിക്കാൻ നോക്ക്. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.